എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ ഓവനൊന്നും ഇല്ലാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചിക്കൻ പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പ്ലസ് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൽ ഒരല്പം മൈദാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കരുത്, ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈസ്റ്റ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. ഇളം ചൂടുള്ള വെള്ളം വേണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദാമാവ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കണം. ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഓയിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്ത ഈസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മുമ്പേ മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇതാ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു മൈദമാവിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആക്ടിവേറ്റ് ചെയ്ത ഈസ്റ്റ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ആക്ടിവേറ്റ് ചെയ്ത ഈസ്റ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഒരിക്കലും വെള്ളം ആദ്യമേ തന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 തവണയായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മൾ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പാകത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഡൗ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരല്പം ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 6-7 കുരുമുളക് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേ ലീവ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരു ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മുറിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഞാനിപ്പോൾ വലുതായതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്. ഞാനിപ്പോൾ ഒരു സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തീരെ ചെറുതായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സവാളയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി തീരെ ചെറുതായിട്ട് തന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക. അതും ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 തക്കാളി കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി അരയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഈ തക്കാളിയുടെ പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, എങ്കിൽ മാത്രമേ മുളക് പൊടിയുടെ ആ ഒരു കുത്തലൊന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും മുളക് പൊടിയുടെ ആ ഒരു കുത്തൽ മാറി കിട്ടും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിപ്പം. അതുകൊണ്ട് വെള്ളം നന്നായിട്ടൊന്ന് പോകുന്നവരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഒറിഗാനോയും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോസ് കേടാവാതെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാണ്. അപ്പോൾ നമുക്ക് പിസ്സ സോസ് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വയ്ക്കാൻ. ചൂടോടുകൂടി വയ്ക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ പീസസ് എല്ലാം വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നിറയെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നിറയെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മറ്റേ സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നതാണ്. അപ്പോൾ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഇളക്കി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് പോയി നന്നായിട്ട് വഴന്ന് വരുമൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച പിസ്സ ഡോ ഒക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യമേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ 2 പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് വെച്ച് നമുക്ക് ആദ്യമേ ഒരു പീസ് റെഡിയാക്കാം.
അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി റോളർ വെച്ചിട്ട് നമ്മൾ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ പിസ്സ റെഡിയാക്കുന്ന ആ ഒരു പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതും പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ പിസ്സ ഡോ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈങ് പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു പരത്തി വെച്ചിരിക്കുന്ന ആ പിസ്സ ഡോ നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പരത്തി എടുത്ത് കഴിഞ്ഞിട്ട് പാനിൽ വെച്ച് കഴിയുമ്പോൾ പാനിനേക്കാളും കൂടുതലുണ്ട് പാനിൻ്റെ വെളിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് പാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ പാൻ ഒട്ടും തന്നെ ചൂടില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു 3 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സൈഡ് കുക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. കാരണം അപ്പോൾ പാനിന് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഈ സൈഡ് നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ സോസ് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പിസ്സ സോസ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേ ലീഫ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബേ ലീഫൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം സോസ് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിസ്സ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചീസ് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് മുകളിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ചിക്കനും സവോളയും ക്യാപ്സിക്കവും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഇതിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമ്മൾ മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിന് മുകളിൽ മൊസറല്ല ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഒലിവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേറെ ഒരു പാൻ നമ്മൾ ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഈ മുകളിലുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങും. ഇപ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2-3 തവണ മറ്റൊരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മുകളിലുള്ള ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. പിന്നെ നമ്മൾ ഈ പാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. അപ്പോൾ ഇത് പാകത്തിന് കുക്കായി കിട്ടും. ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്